വളരെ വ്യക്തമായി മനസ്സിലാകുന്ന ഒരു ഉദാഹരണം സഹിതം വെളിപ്പെടുത്തി ദൈവം തൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് നമ്മളോട് ഇന്ന് രാവിലെ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിന്നെ വിട്ടുപോകത്തില്ല, ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. എങ്ങനെ? അവിടെയാണ് ദൈവം ആ ഉദാഹരണം ഉരുവിടുന്നത്. മോശയുടെ കൂടെ ഞാൻ എങ്ങനായിരുന്നോ ഉണ്ടായിരുന്നത്, അതുപോലെ ഞാൻ നിന്റെ കൂടെയും ഇരിക്കും. ചുരുക്കത്തിൽ വലിയ ദൈവപുരുഷനായ മോശയെ തൻ്റെ കൈകളിൽ എടുത്ത് ദൈവം വൻ കാര്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്തുമ്പോൾ ലോകത്ത് വേറെ ആരോടും പറയാതെ തൻ്റെ ഹൃദയത്തിൽ ദൈവം മറച്ചു വെച്ച ഒരു ഹിഡൻ അജണ്ടയുണ്ട്. അതെന്തായിരുന്നു? ഞാൻ ഒരുവൻ്റെ കൂടെ ഇരുന്നാൽ അതെങ്ങനെ ആയിരിക്കുമോ എന്ന് അടുത്ത തലമുറയെ നയിക്കാൻ പോകുന്ന, എൻ്റെ ദാസനാകാൻ പോകുന്ന യോശുവ കണ്ടു മനസ്സിലാക്കണം. ഈ കർമ്മ പദ്ധതി മോശയുടെ മേൽ വെളിപ്പെടുത്തിയാൽ മാത്രമേ യോശുവയുടെ ഹൃദയത്തിൽ സംശയലേശമന്യേ ഒരു വിശ്വാസവും ഉറപ്പും എന്നിലുണ്ടാകുകയുള്ളൂ. തൻ്റെ ദാസനാകാൻ പോകുന്ന യോശുവയ്ക്ക് മോശയ്ക്കുണ്ടായിരുന്നത് പോലെ ഒരു വിശ്വാസം ദൈവത്തിൽ ഉണ്ടായി വരണമെങ്കിൽ ചിലതൊക്കെ കേട്ടറിയുന്നതിനേക്കാൾ അപ്പുറത്ത് കണ്ട് യോശുവ മനസ്സിലാക്കണം. ചുരുക്കത്തിൽ മോശ എന്ന വലിയ ദൈവദാസന്റെ ലൈഫ് യോശുവയുടെ മുമ്പിൽ ദൈവം ഒരു ടെക്സ്റ്റ് ബുക്കായിട്ട് എടുത്ത് വെക്കുകയാണ്. ഓരോ ഇവന്റിലും ഞാൻ എങ്ങനെ പ്രവർത്തിക്കും എന്നത് തിരിച്ചറിയേണ്ടതിന് മോശയുടെ ജീവിതവും ശുശ്രൂഷയും അത്ഭുതങ്ങളും യോശുവയുടെ മുമ്പിൽ ദൈവം ഒരു ഉദാഹരണമായി വെളിപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവനായ യോശുവ, അവൻ എന്നെ വിശ്വസിക്കണം. ആ തലമുറ ശക്തനായ ഒരു നേതാവായി എഴുന്നേറ്റ് വരണം. അവൻ അപ്രകാരം എന്നെ വിശ്വസിക്കണമെങ്കിൽ ഞാൻ ഒരുവൻ്റെ കൂടെ എങ്ങനെ ഇരിക്കുമെന്നുള്ളത് എൻ്റെ തലമുറയായ യോശുവ കണ്ട് മനസ്സിലാക്കണം. ആ ബോധ്യം യോശുവയ്ക്ക് കൊടുത്തിട്ട് ദൈവം മോശയുടെ കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ പറയുകയാണ്, ഞാൻ നിന്നെ വിട്ടുപോകുകയില്ല, മോശയോടുകൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോടുകൂടെയും ഇരിക്കും. വലിയവനായ യേശുവിൻ്റെ അത്ഭുത പദ്ധതികൾ വെളിപ്പെടുന്ന ഇന്നത്തെ ദൂതിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഈ കാലഘട്ടത്തിൻ്റെ സമഗ്രമായൊരു പ്ലാൻ വെളിയിൽ വരാൻ പോകുന്നു. അത് കേൾക്കാൻ, അതിലെ ദൈവത്തിൻ്റെ വക്താവായി തീരാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് അത്യുന്നതനായ യേശു കർത്താവിൻ്റെ വലിയ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം. ഞാൻ പാസ്റ്റർ ക്രിസ്റ്റി പി ജോൺ, നിങ്ങളുടെ സ്വന്തം സഹോദരനും യേശുവിൻ്റെ മകനും. ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചകളുടെ ക്രിസ്തീയ വന്ദനവും ഇത്തരണത്തിൽ അറിയിക്കട്ടെ. വിശുദ്ധ തിരുവെഴുത്തിൽ യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 5-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ ഇവിടെ പരാമർശിച്ചത്. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെയും ഇരിക്കും. ഞാനൊരു മനുഷ്യൻ്റെ കൂടെ എങ്ങനെ ഇരിക്കും എന്നുള്ളത് യോശുവ തിരിച്ചറിയണമെന്നത് ദൈവത്തിൻ്റെ പ്ലാനായിരുന്നു. അതിന് യോശുവയുടെ മുമ്പിൽ ദൈവത്തിന് എടുത്ത് ഉപയോഗിക്കാനുണ്ടായിരുന്നത് മോശ എന്ന ദൈവദാസന്റെ ജീവിതമായിരുന്നു. ആ തിരിച്ചറിവിൽ മോശയെ ദൈവം പ്രയോജനപ്പെടുത്തുന്ന കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കിയ യോശുവയ്ക്ക് ദൈവം തന്നെ വിളിക്കുന്ന നാളുകളിൽ കർത്താവ് കൂടെ ഇരിക്കും എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് മോശയോടുകൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോടുകൂടെയും ഇരിക്കുമെന്ന് പറയുമ്പോൾ, യോശുവയ്ക്ക് അത് അസാധാരണമായൊരു വിശ്വാസവും ബലവുമാണ് നൽകിയത്. മോശയുടെ കൂടെ ഇരുന്നത് പോലെ എൻ്റെ കൂടെ ഈ ദൈവം വിട്ടുപോകാതിരിക്കുമെങ്കിൽ എനിക്ക് ധൈര്യമാണ് മുന്നോട്ട് പോകാൻ. ഈ പുതുവർഷത്തിൻ്റെ പ്രാരംഭ ദിനങ്ങളിൽ നിങ്ങളോട് ഈ ദൈവാലോചന എന്തിന് പരിശുദ്ധാത്മാവ് വിളംബരം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ കൈയാളാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു. 2026 പ്രാർത്ഥിക്കുന്ന സമയത്തെ തീമായിട്ട് ദൈവം നൽകിയ മെസ്സേജ് ഈ ദിനങ്ങളിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഭൂമിയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ മേലധികാരി നിങ്ങളാണ്. ഞാനൊരുവനെ അധികാരപ്പെടുത്തിയാൽ അവൻ എങ്ങനെ എൻ്റെ കൈകളിൽ അധികാരത്താൽ പ്രയോജനപ്പെടും? ഒരു മനുഷ്യനെ ഞാൻ അനുഗ്രഹിച്ചാൽ അവൻ്റെ ജീവിതം ഏത് തലത്തിൽ വരെ ഉയരും? ഒരുവനെ ഞാൻ കരുണയോടെ ഏറ്റെടുത്താൽ അവൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം അതിശയങ്ങൾ നടക്കും? ഇതൊക്കെ അടുത്ത തലമുറ കണ്ട് ബോധ്യപ്പെടേണ്ടതിന് നിന്റെ ജീവിതം ദൈവം ഒരു ഉദാഹരണമായി എടുത്ത് പണിയാൻ പോവുകയാണെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. ദൂത് കേട്ടവർക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെ കൊണ്ട് മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യപദ്ധതി അല്ല ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ളത്. അടുത്തൊരു തലമുറ ദൈവത്തിൽ വിശ്വസിക്കണമെങ്കിൽ ഈ യുഗത്തിലെ മനുഷ്യന്മാർ ദൈവത്തിൻ്റെ കയ്യിലെ വജ്രായുധങ്ങളും ദൈവത്തിൻ്റെ കൈക്കിണങ്ങിയ ആയുധങ്ങളുമായി നിൽക്കണം. ഞാൻ എന്തുകൊണ്ട് ഈ കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങണമെന്ന് ഈ യുഗത്തിലെ ഒരു ചെറുപ്പക്കാരിയോ ഒരു കൗമാരക്കാരിയോ ചോദിച്ചാൽ സംശയലേശമന്യേ നമ്മുടെ തലമുറകൾക്ക് അതിന് ഉത്തരം നൽകാൻ കഴിയുമാറ്
ഞങ്ങൾ കണ്ടിരിക്കുന്ന, ഞങ്ങളുടെ മാതാപിതാക്കൾ സേവിക്കുന്ന ഈ കർത്താവായ യേശു അതുല്യനും ശ്രേഷ്ഠനുമായിരിക്കുന്ന മഹാദൈവമാണെന്നും അവൻ്റെ അത്ഭുതങ്ങളും സ്നേഹവും കരുതലും പ്രവൃത്തികളും മഹാപ്രവൃത്തികളാൽ നിറയപ്പെട്ട അസാധാരണവും അത്യുന്നതവുമാണ് എന്നും അവർ തിരിച്ച് സാക്ഷ്യപ്പെടുത്തത്തക്ക വിധം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തിയുടെ കളർഫുള്ളായിരിക്കുന്ന എപ്പിസോഡുകളെ കർത്താവ് തുറക്കാൻ പോവുകയാണ്. ഒന്നുകൂടെ ഈ ദൂതിൻ്റെ ആഴത്തിലോട്ട് കയറി പിടിച്ചു. നീ വരാൻ പോകുന്നൊരു കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ദൈവപ്രവൃത്തിയുടെ ഒരു ഉദാഹരണ വ്യക്തിത്വമായി മാറും. ഹല്ലേലൂയ. മോശെ അറിഞ്ഞിരുന്നില്ല മോശയുടെ ജീവിതം തൻ്റെ മരണശേഷം യോശുവയുടെ മുമ്പിൽ ഒരു ഉദാഹരണമായി തുറക്കപ്പെടുമെന്നുള്ള കാര്യം. ദൈവം അത് പറഞ്ഞുമില്ല. പക്ഷേ കർത്താവിന് അത്തരത്തിലൊരു പദ്ധതി ഉണ്ടായിരുന്നു. മോശയുടെ ഓരോ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമ്പോഴും, അയാളുടെ ഓരോ കണ്ണുനീരിന് മുമ്പിൽ ദൈവം ഇറങ്ങി വന്ന് വൻ കാര്യങ്ങൾ ചെയ്യുമ്പോഴും, നിഴലുപോലെ മോശയെ പിൻഗമിച്ച യോശുവയുടെ ഹൃദയത്തിൽ വിശ്വാസത്തിൻ്റെ 1000 വേരുകൾ പുതുതായി പൊട്ടിക്കിളിർത്തിറങ്ങുകയായിരുന്നു. അവൻ ദൈവത്തിൽ ദൃഢതയുള്ളൊരു വ്യക്തിയായി ട്രാൻസ്ഫോം ചെയ്യപ്പെടുകയായിരുന്നു. നിങ്ങളുടെ കാലഘട്ടങ്ങൾക്കപ്പുറത്ത് നിങ്ങളുടെ തലമുറകൾ ഈ ദൈവത്തിൽ നിലനിൽക്കുവാനും ഈ വിശ്വാസ സത്യങ്ങളിൽ അവർ വേരുപാകപ്പെട്ടവരായി നിലയുറപ്പിക്കുവാനും തക്കവിധമുള്ള ദൈവപ്രവൃത്തിയുടെ പുതിയ കാഴ്ചകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ പുതുവർഷത്തിൽ സംഭവിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. നിന്റെ പ്രാർത്ഥന കേവലം നിന്റെ കണ്ണുനീരിൻ്റെ ഉത്തരമായി മാത്രം ഒതുങ്ങാതെ നിന്റെ തലമുറകൾക്കും വരാൻ പോകുന്ന ഒരു ജനറേഷനും ഒരു മാതൃകയായി അവരുടെ ഹൃദയത്തിൽ നിന്ന് അവർക്കൊരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത ഒരു അത്ഭുതമായി തീരത്തക്ക വിധം തൻ്റെ പ്രവൃത്തിയെ ദൈവം നിങ്ങളിലൂടെ വെളിപ്പെടുത്തുമെന്നുള്ള ദൂതോടെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഈ ദൂത് ഇന്നിവിടെ തുറന്നു വെക്കുന്നത്. നിങ്ങളെ കൈപിടിച്ച കർത്താവ് ആരാണെന്നുള്ള ഒറ്റ തിരിച്ചറിവിൽ വരാൻ പോകുന്ന തലമുറ ദൈവത്തെ സേവിക്കും. ഹല്ലേലൂയ. വിശ്വാസം ഈ ഒരു യുഗം കൊണ്ട് ഒതുങ്ങുകയില്ല. ഈ ഒരു സംവത്സരം കൊണ്ട് അത് അടഞ്ഞു പോവുകയില്ല. ഞങ്ങളുടെ മാതാപിതാക്കളെ പിടിച്ചുയർത്തിയ ദൈവത്തിൻ്റെ കൈ ഞങ്ങളെ തേടി വരുന്നുണ്ടെങ്കിൽ ആ കൈപ്പാങ്ങിന് നിന്നുകൊടുക്കാൻ ഞാൻ ഉണ്ടാകും എന്ന് നമ്മുടെ തലമുറകൾ സന്തോഷത്തോടെ പറയത്തക്ക വിധമുള്ള ഒരു ദൈവിക ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന സകലർക്കും, വിലയിരുത്തുന്ന സകലർക്കും ഒരു മാതൃകയാം വിധം ഒരു ഉദാഹരണമായി വെളിപ്പെടുന്നു. നന്മ എന്തെന്ന് കാണിപ്പാൻ, അനുഗ്രഹങ്ങൾ എന്താണെന്ന് തെളിയിക്കാൻ, ദൈവം ഒരു മനുഷ്യൻ്റെ സ്നേഹിതനായാൽ അവൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന വികാസം എന്തായിരിക്കുമെന്ന് ആ കാണുന്ന വിലയിരുത്തുന്ന സകലർക്കും ബോധ്യപ്പെടുത്താൻ തക്ക വിധം ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിനങ്ങളിൽ വെളിപ്പെടും എന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പ്രവചിക്കുന്നു. ഗ്ലോറി ടു ജീസസ്. നമുക്കിന്ന് രാവിലെ ഈ ദൂതിന് മുമ്പിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഹൃദയം സ്വാധീനിച്ച ചില ദൈവ മനുഷ്യന്മാരുണ്ടല്ലോ. നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല എനിക്ക് അദ്ദേഹത്തെ പോലെ ഒന്ന് ആത്മീകമായിട്ട് വളരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരെ ഉപയോഗിക്കുന്നത് പോലെ ആ നിലയിൽ. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള കൊതികളും താല്പര്യങ്ങളുമെല്ലാം നിങ്ങളുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ ആ കൊതികൾക്കും താല്പര്യങ്ങൾക്കും പുറകിൽ അതിൻ്റെ എല്ലാം ചരട് വലിക്കുന്ന ഒരു പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുള്ള കാര്യം തിരിച്ചറിയണം. നിന്നെ ചിലർ ആകർഷിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവരാജ്യത്തിലെ കരുത്തരായ ചില ആത്മീകർ നിന്റെ ഹൃദയത്തെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കും അവരെ പോലെ ആയിത്തീരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ളൊരു കൊതി നിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ, ആ കൊതിയുടെയും താല്പര്യങ്ങളുടെയും പിന്നിൽ നിന്നെ അതുപോലെ ഞാൻ ആക്കി തീർക്കും എന്നുള്ള ദൈവ പദ്ധതിയുടെ ഒരു മറഞ്ഞിരിക്കുന്ന രഹസ്യമുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ദൈവം അത് റിവീൽ ചെയ്യും. ഈ കാലഘട്ടങ്ങൾ കൊണ്ട് ചിലർ പുറത്തു വരാൻ പോകുന്നു. ശക്തമായ ചില ദൈവ മനുഷ്യന്മാർ ഈ യുഗത്തിൻ്റെ ഈ പ്രവേശന മാസങ്ങളിൽ രംഗത്ത് വരാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതം പരിശുദ്ധാത്മാവിൻ്റെ കയ്യൊപ്പുള്ളതായി അറിയപ്പെടാൻ പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ കൃപയും നിറവും നിങ്ങളുടെ മേൽ വരട്ടെ. ഞാൻ താല്പര്യപൂർവ്വം എൻ്റെ കരം നീട്ടുന്നു. ആരുണ്ട് എൻ്റെ കരം പിടിക്കാനെന്നുള്ള തമ്പുരാന്റെ ചോദ്യത്തിൻ്റെ മുമ്പിൽ ഈ പുതിയ കാലഘട്ടത്തിൻ്റെ പ്രവേശന മണിക്കൂറുകളിൽ, ആദ്യ ദിനങ്ങളിൽ യേശുവേ ഞാൻ അതിന് സന്നദ്ധമാണ് എന്നുള്ള നിലയിൽ ആര് തമ്പുരാന്റെ നേരെ കരം നീട്ടുമോ ആ കുടുംബങ്ങളെ ദൈവം ഏറ്റെടുക്കുകയാണ്. ആ വ്യക്തികളെ ദൈവം തൻ്റെ കയ്യിലെ അത്ഭുതത്തിൻ്റെ അടയാളങ്ങളായി പ്രയോജനപ്പെടുത്താൻ പോകുകയാണ്. അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, അങ്ങയുടെ മഹത്വപൂർണമായ നിയോഗത്തിൻ്റെ മഹാശക്തി വെളിപ്പെടുന്ന ഈ പുലരിയിൽ റഫനജാല വൈഷ പ്രദൂരിയ റഗൽമാ ഹസ്മേനിയാദരെ അങ്ങയുടെ മക്കളുടെ മേൽ ഈ കൃപ അതിൻ്റെ മഹിമയോടുകൂടെ വ്യാപിക്കട്ടെ.
ശക്തമാവിധമുള്ള ഒരു ദൈവപ്രവൃത്തിയുടെ ഇടപെടൽ ഇവരുടെ ജീവകാലത്ത് സംഭവിക്കട്ടെ. ആത്മാവിൽ അങ്ങയുടെ മക്കളെ ഞാൻ ബ്ലസ് ചെയ്യുന്നു, തൊടുന്നു. ഇവരുടെ മേൽ ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടാകട്ടെ, മിറാക്കിൾസ് ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവ് ഇവരെ തൊടുന്നതിനും അത്ഭുതം ഇവരുടെ മേൽ നടക്കുന്നതിനായിട്ടും സ്തോത്രം. പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. നാഥ, ഇവരുടെ ഹൃദയത്തിൽ എനിക്കും അതുപോലൊക്കെ ആയിത്തീരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ള നിലയിൽ ഒരു ദൈവപ്രവൃത്തി സംബന്ധിച്ചുള്ള ഒരു മോഹം ആരുടെ പേരിൽ, ഏത് ദൈവമനുഷ്യൻ്റെ ശുശ്രൂഷയുടെ മേൽ അട്രാക്റ്റഡ് ആയി കിടക്കുന്നുവോ അതേ പാറ്റേണിൽ ദൈവപ്രവൃത്തി സംഭവിക്കാൻ തക്കവിധം ഇവരുടെ കരത്തെ അങ്ങ് മുറുകെ പിടിച്ചിരിക്കിയാൽ സ്തോത്രം. ഞാൻ കൂടെ ഇരിക്കും, നിന്നെ ഞാൻ വിട്ടുമാറത്തില്ല. ഞാൻ അവനോട് കൂടെ ഇരുന്നത് പോലെ, മോശയുടെ കൂടെ ഇരുന്ന പോലെ നിന്റെ കൂടെയും ഇരിക്കും. നീ കണ്ടിട്ടുള്ള മോശ ഞാൻ നിന്റെ കൂടെ ഇരിക്കുന്നത് എങ്ങനെയെന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. അതുപോലെ കർത്താവെ, ഇന്ന് ഈ പ്രാർത്ഥിക്കുന്ന സകലർക്കും ദൈവം ഒരു പാന്താവ്, ഒരു പാറ്റേൺ ഒരുക്കുന്നതിനായിട്ട് സ്തോത്രം. ഈ പകലത്തെ പ്രവചന ദൂത് സാധാരണമല്ല, അസാധാരണമാണ്. ദൈവം ഇവരെ തൊട്ടതിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കവിഞ്ഞൊഴുകുന്നൊരു തോട്, ആ തോടിൽ ചെറിയൊരു തടയണ നിർമ്മിച്ചിട്ടുണ്ട്. ആ തടയണയുടെ അരികിലായി ഒരു ടാർ റോഡിൻ്റെ കരയിൽ ഒരു വീട്. ആ വീട്ടിൽ കാലിന് രോഗവുമായി പാർക്കുന്ന ഒരു വീട്ടമ്മ. നിങ്ങളുടെ പാദങ്ങളുടെ മേൽ സൗഖ്യം ഇന്ന് രാവിലെ നടക്കുന്നതായിട്ട് ദൈവാത്മാവ് പറയുന്നു. വറുതിയുടെ കാലത്ത് കിണറ്റിലെ വെള്ളം കോരി ടാങ്കർ ലോറിയിലാക്കി വിൽക്കാമെന്നുള്ളൊരു പദ്ധതി ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ മെനയുന്നുണ്ട്. നിങ്ങളോടുള്ളതായ ദൈവത്തിൻ്റെ ആലോചന, ആ കാര്യങ്ങളൊക്കെ ഭവിക്കുന്നതിന് മുമ്പ് നിന്റെ കാല് കൂന്നി നിന്നെ നിൽക്കുമാറാക്കിക്കൊണ്ട് മുറിച്ച് കളയപ്പെടേണ്ടി വരുമോ എന്നുള്ള ചിന്തയിൽ നീ ഭീതിയോടെ നോക്കുന്ന നിന്റെ വാദത്തിന് ഞാൻ എൻ്റെ സൗഖ്യം തരുന്നു എന്ന് യേശു പറയുന്നു. എഴുന്നേറ്റ് നടക്കുക. ഈ പുതിയ വർഷം നിന്റെ കാലുകൾ ആരോഗ്യത്തോടെ ഊന്നി നിൽക്കുമാറാകട്ടെ. ഇന്ന് രാവിലെ 10 മണി മുതൽ കോട്ടയത്ത് IMA ഹാളിൽ നമ്മുടെ ഫാസ്റ്റിംഗ് പ്രയർ ഉണ്ട്. നിങ്ങൾ വരിക, വലിയ കൃപകളെ പ്രാപിക്കുക. നാളത്തെ പ്രവചനദൂതിൻ്റെ പുതിയ അധ്യായത്തിൽ കാണാം. ഗോഡ് ബ്ലസ് യു. ആമേൻ.